തൃശൂർ ഏറിയാട് പഞ്ചായത്തിലുള്ളവർ മാസങ്ങളായി നേരിട്ടിരുന്ന രാസമാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ഘനലോഹ മാലിന്യങ്ങൾ ഭൂവുടമകളോടും സ്വകാര്യ കമ്പനിയോടും നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടു. മാസങ്ങൾ നീണ്ട ജനകീയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പ്രശ്നത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുന്നത്. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട വിവിധ പ്രദേശങ്ങളിലും ഏറിയാട് പഞ്ചായത്തിലെയും ജനങ്ങളാണ് മാസങ്ങളായി രാസമാലിന്യം മൂലം പ്രതിസന്ധി നേരിട്ടിരുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. ഘന ലോഹമാലിന്യമടങ്ങിയ മണ്ണ് ഭൂവുടമകളും സ്വകാര്യ കമ്പനിയും ചേർന്ന് നീക്കം ചെയ്യണമെന്നാണ് സർക്കാർ തീരുമാനം. മണ്ണ് നീക്കം ചെയ്യാൻ കാലതാമസമുണ്ടായാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും RDO അറിയിച്ചു. ആ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് പിന്നീട് മറ്റ് രീതിയിലുള്ള കളക്ടറും അതുപോലെ തന്നെ ഗവൺമെന്റിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ സമീപിക്കുന്ന സാഹചര്യം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരായിട്ടുള്ള ആക്ഷൻ കൗൺസിലും എല്ലാവരും സമീപിച്ചതിനെ തുടർന്ന് കുറെ കൂടെ ശക്തമായ നടപടികളിലേക്ക് കടക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായി. ഭൂവുടമകളും ഏജന്റുമാരും അവരുടെ ചെലവിൽ രാസമാലിന്യം കലർന്ന മണ്ണ് കൊണ്ടുവന്നിടത്തേക്ക് തന്നെ കൊണ്ടുപോകണം. മാലിന്യം വൈകാതെ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കാനും ബന്ധപ്പെട്ട മുഴുവൻ പേർക്കെതിരെ കേസെടുക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും സ്വകാര്യ കമ്പനി പ്രതിനിധികളും പൊതുജനങ്ങളും അടക്കം പങ്കെടുത്തു ചേർന്ന യോഗത്തിലാണ് വിഷയത്തിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായത്. ഗവൺമെന്റ് നിയമപരമായി ഈ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി എടുക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവരിൽ നിന്ന് തന്നെ ഈ തുക ഈടാക്കുവാൻ നിലവിൽ വ്യവസ്ഥയുള്ളപ്പോൾ അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് മുകളിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശം. എറണാകുളം എടയാർ ബിനാനി സിങ്ക് ഫാക്ടറിയിൽ നിന്നുമാണ് ഏജന്റുമാർ മുഖേന മണ്ണെന്ന വ്യാജേന രാസമാലിന്യം എടയാറിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ചത്. നാട്ടുകാർക്ക് സംശയം തോന്നുകയും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തുകയും ചെയ്തതോടെയാണ് രാസമാലിന്യമാണ് ഇതെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയും രാഷ്ട്രീയ സംഘടനകൾ സമരം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഘനലോഹ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് ആര് വഹിക്കുമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രശ്നപരിഹാരം നീളാൻ കാരണമായത്. ന്യൂസ് മലയാളം, തൃശൂർ.